അപ്പം അടുത്തൊരു നഴ്സിംഗ് എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലിസണിംഗ് ഇൻ കൗൺസിലിംഗ് ഈസ് വാട്ട് പ്രോസസ്? ലിസണിംഗ് ഇൻ കൗൺസിലിംഗ് ഈസ് വാട്ട് പ്രോസസ്? Either it is a passive process, dual process, active process, lengthy process. As option A, B, C, D. What is the answer? It is active process. Right? Counseling is an active process. The final step of directive counseling. അപ്പൊ നിങ്ങൾ എവിടെ പോണം? ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ സ്റ്റെപ്സിലേക്ക് പോകണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറഞ്ഞ് ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് പ്രഗ്നോസിസ് ആണോ, സിന്തസിസ് ആണോ, ഫോളോ അപ്പ് ആണോ, അതോ ഡയഗ്നോസിസ് ആണോ? ഡിറക്റ്റീവ് കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആൻസർ എന്തായിരിക്കും? ആൻസർ ഫൈനൽ സ്റ്റെപ്പ് ഓഫ്, അപ്പൊ നമ്മൾ നോക്കൂ, ആൻസർ എന്താണ്? ഫോളോ അപ്പ് അല്ലെ? ഫോളോ അപ്പ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് കൗൺസിലിംഗ് സ്റ്റെപ്പ് പറഞ്ഞായിരുന്നു അല്ലെ? അനാലിസിസ്, സിന്തസിസ്, ഡയഗ്നോസിസ്, പ്രഗ്നോസിസ്, കൗൺസിലിംഗ്, ട്രീറ്റ്മെന്റ്, ഫോളോ അപ്പ്, ഇതൊക്കെ എന്റെ കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് ആണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആണ്. വെരി ഗുഡ്. ഇനി അടുത്തത്, the test that is intended to measure the learned knowledge and skill. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. A test that is intended to measure the learned knowledge and skill. അപ്പം നമ്മൾ പഠിച്ച നോളജും പഠിച്ച സ്കില്ലും അസസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, എബിലിറ്റി ടെസ്റ്റ് ആണോ, കോൺവെർസേഷൻ ആണോ? ആൻസർ എന്താണ്? നോക്കാം ആൻസർ എന്താന്ന്. യെസ്, ഗുഡ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. The trustworthiness of counselor is termed as, അല്ലെ? Trustworthiness of counselor is termed as എന്താണ്? ഓപ്ഷൻ എ ഫിഡിലിറ്റി, ഓപ്ഷൻ ബി ജസ്റ്റിസ്, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ഓട്ടോണോമി, ഓപ്ഷൻ ഡി ഇന്റലിജൻസ്. Trustworthiness of counselor is termed as. Trustworthiness എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഈസ് ഫിഡിലിറ്റി. ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, ട്രസ്റ്റ് വേർത്തി ആണോ ടു ദ പ്രൊഫഷണൽ ഡ്യൂട്ടീസ്, അതാണ് സൂചിപ്പിക്കുന്നത്. ദ നമ്പർ ഓഫ് ഫേസസ് ഇൻ കൗൺസിലിംഗ്. നമ്പർ ഓഫ് ഫേസസ് ഇൻ കൗൺസിലിംഗ് 2 to 3, 5 to 7, 5, 7, 8. എന്താണ് ഫേസസ് ഓഫ് കൗൺസിലിംഗ്? ഏതൊക്കെയാണ് ഫേസസ് ഓഫ് കൗൺസിലിംഗ്? ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ആൻസർ എന്താണ്? നോക്കാം. ഓപ്ഷൻ ബി. there are 5 steps. സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ? റിലേഷൻഷിപ്പ് ബിൽഡ്, ആദ്യമേ നിങ്ങൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, പിന്നെ അസസ് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, ഇന്റർവെൻഷൻ കൊടുക്കുന്നു, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നു. അതൊക്കെയാണ് എന്റെ സ്റ്റെപ്സ്. ഫേസ് ഓഫ് കൗൺസിലിംഗ് ഷുഡ് ബി ഡൺ ബൈ എ ടീച്ചർ ആണോ, പേരന്റ് ആണോ, ട്രെയിൻഡ് കൗൺസിലർ ആണോ, ആർക്കും ചെയ്യാം. ഏതാണ് ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി, ട്രെയിൻഡ് കൗൺസിലർ അല്ലെ? വേറെ ആർക്കും വേറെ ആൻസർ ഒന്നും ഇല്ലല്ലോ. നോക്കാം. വെരി ഗുഡ്, ട്രെയിൻഡ് കൗൺസിലർ. Guidance is provided by teachers, parents, trained guide, experienced person. A ആണോ, ബി ആണോ, സി ആണോ? Should be an experienced person അല്ലെ? Should be an guidance should be provided by an experienced person. Which of these is not a conventional philosophies? ഇത് തന്നിരിക്കുന്ന വയൽ ഏതാണ് കൺവെൻഷണൽ ഫിലോസഫി അല്ലാത്തത്? ഐഡിയലിസം ആണോ, നാച്ചുറലിസം ആണോ, പ്രാഗ്മാറ്റിസം ആണോ, എക്സിസ്റ്റൻഷ്യാലിസം ആണോ? ഏതാണ് നോട്ട് എ കൺവെൻഷണൽ ഫിലോസഫി? കൺവെൻഷണൽ ഫിലോസഫി അല്ല. ഏതാണ് അല്ലാത്തത്? കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അക്സെപ്റ്റഡ് കോമൺ സെറ്റ് ഒരു ഫിലോസഫി. ട്രഡീഷണൽ ഫിലോസഫി ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കും? കൺവെൻഷണൽ ഫിലോസഫി.
ആൻസർ നോക്കാം നമുക്ക്. എക്സിസ്റ്റൻഷ്യാലിസം. ബാക്കി എല്ലാം കൺവെൻഷണൽ ഫിലോസഫിയാണ്. Now, which of the physics philosophy believes that ultimate goal of human activities is the realization of human mind in its മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ഐഡിയലിസം ആണോ, പ്രഗ്മാറ്റിസം ആണോ, റിയലിസം ആണോ, എക്സിസ്റ്റൻഷ്യാലിസം? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നോക്കാം ഏതാണ് ആൻസർ. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഇതല്ല. നമ്മൾ നേരത്തെ നമ്മുടെ ഫിലോസഫി നല്ല വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഐഡിയലിസം.